ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയൊരു കപ്പൽ യാത്രയാണ്. ഒറ്റക്കല്ലോട്ടോ, കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. എന്നാൽ ഫോട്ടോ എടുക്കാൻ നിൽക്കണം. ക്യാമറ ഫേസുള്ള ആൾക്കാരെ പുറകിലിരിക്കണം. ഹലോ ഗായ്സ്, എന്താണ് സർക്കസാണോ? സർക്കസാണോ? വാ വാ വാ, നിക്ക് നിക്ക് നിക്ക്. അതിനകത്തേക്ക് കയറുന്ന പരിപാടി. ഓക്കെ, നെവിൻ സർ, അതല്ല. Welcome drink. Thank you. Sugar? No. എല്ലാവർക്കും ഷുഗറാണ്. പിള്ളേർക്കില്ല. പിള്ളേർക്കില്ല. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആ ടി വി ഉണ്ടല്ലോ അവിടെ. മോഡലിലാണ് നമ്മളിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലത്തിനെ പറയുന്നതാണ് ബാങ്കറ്റ് ഹാൾ എന്നാണ് ഇതിനെ പറയുന്നത്. അതുപോലെ ഇതിന്റെ തൊട്ട് പുറകിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ചെറിയൊരു മിനി തിയേറ്റർ വരുന്നുണ്ട് മൂവിയൊക്കെ കാണാനായിട്ട്. ആൻഡ് ഇതിന്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റെസ്റ്റോറന്റ് ഏരിയ വരുന്നുണ്ട്. ആൻഡ് അതിനോട് ചേർന്നിട്ട് ഏറ്റവും പരിശുദ്ധവും പരിപാലനമായ ഒരു സ്ഥലമുണ്ട്. ഏതാണത്? മലയാളികൾ. നമുക്കൊരു ലോഞ്ച് ബാർ വരുന്നുണ്ട് അതിനോട് ചേർന്ന്. ആൻഡ് ആ റെസ്റ്റോറന്റിന്റെ തൊട്ട് പുറകിൽ തന്നെയായിട്ട് കിഡ്സ് പ്ലേ ഏരിയ സെക്ഷൻ ഉണ്ട്. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഓപ്പൺ ഡെക്ക് അല്ലെങ്കിൽ സൺ ഡെക്ക് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ അറബിക്കടലിലെ കാഴ്ചകളും അതുപോലെ നമ്മൾ പോകുന്ന വഴിക്കുള്ള എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പോകുന്നത്. രണ്ട് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, കുട്ടികളുള്ളവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏറ്റവും മുകളിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും അതിന്റെ സൈഡിലൊന്നും പോയി നിൽക്കരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോൾ ആരെങ്കിലും വോമിറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ടെൻഡൻസി, ഛർദ്ദിക്കാനൊക്കെ ആയിട്ട് എന്തെങ്കിലും ടെൻഡൻസി വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൗൺസേഴ്സ് അവിടെ ഉണ്ടാവും. അവരുടെ കയ്യിൽ നമ്മൾ കവറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് വോമിറ്റ് ചെയ്യാം. വോമിറ്റ് ചെയ്തതിനു ശേഷം ഒരു കാരണവശാലും അത് കടലിലോട്ട് എറിയരുത്. നമ്മളവിടെ വേസ്റ്റ് ബിൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള 4 മണിക്കൂർ നമ്മൾ അടിച്ച് പൊളിക്കില്ലേ? കപ്പൽ പൊളിക്കണ്ടേ? നമുക്ക് അടിച്ചു പൊളിച്ചാൽ മതി. അപ്പൊ ആ 4 മണിക്കൂറിൽ അടിച്ചു പൊളിക്കണം. റെഡിയാണോ? നല്ലൊരു ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്കൊരു സേഫ്റ്റി വീഡിയോ കാണാം. സേഫ്റ്റി വീഡിയോ കണ്ടിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ ആദ്യത്തെ കുറച്ച് ഇൻട്രൊഡക്ഷനും കുറച്ച് പാട്ട്, ഡാൻസ്, പിന്നെ സേഫ്റ്റി മെഷേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിവിടെ നേരെ മേളിലേക്ക് കയറുകയാണ്. ഈ മേളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നോക്കാം. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇല്ലേ? തിരക്കില്ലടോ? തിരക്കില്ലടോ? ഹലോ ഗൈസ് പറഞ്ഞു. ഹലോ ഗൈസ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ ആദ്യം തന്നെ പ്ലേ ഏരിയയിലേക്ക് കയറി. ഇതാണ് പ്ലേ ഏരിയ. ഗെയിം കളിച്ചിരിക്കാനാണോ? ചെരുപ്പെല്ലാം ഊരിയിടണം. ഒരു ഫോറിനർ അദ്ദേഹത്തിന്റെ ഡിസൈനിൽ അദ്ദേഹം നിർമ്മിച്ച ഒരു ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ് എന്നാണ് ഈ ഐലൻഡിനെ അറിയപ്പെടുന്നത്. 22 വർഷക്കാലം സമയമെടുത്തുകൊണ്ടാണ് റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞ ആ ഒരു ഫോറിനർ ഈ ഒരു ഐലൻഡ് നിർമ്മിച്ചത്. കപ്പൽ ചാലുകൾക്ക് ആഴം കൂട്ടാനായിട്ട് ലേഡി വില്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു മണ്ണ് സാധിക്കും. അത് ലക്ഷദ്വീപിലേക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന പാസഞ്ചർ ഷിപ്പാണ് ഈ കാണുന്നത്. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ നമുക്ക് 36 ദ്വീപുകളാണ് അവിടെ വരുന്നത്. അതിലൊരു 9 ദ്വീപുകളാണ് ആൾതാമസം നിലനിൽക്കുന്നത്. നമുക്ക് ഷിപ്പ് ത്രൂ പോവാണെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 16 മണിക്കൂറാണ്. നമുക്ക് ഒരു മോഡലിലാണ് ഇതിന്റെ ഫ്രണ്ട് വശം അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനോട് ചേർന്ന് പുറകിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് താജ് മലബാർ ഹോട്ടലാണ്, കൊച്ചിയിലെ നമ്പർ 1 ഹോട്ടൽ. ഞങ്ങളങ്ങനെ ചുമ്മാ ഒന്ന് താഴത്തേക്ക് ഇറങ്ങി. മേളിൽ ഫുള്ള് ആൾക്കാരും അനൗൺസ്മെന്റ് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ. നീനമോൾക്കാണെങ്കിൽ അവിടെ ഇഷ്ടപ്പെടാനുള്ള അവിടെ നിറച്ച് പിള്ളേരാണ് അല്ലേ? അവിടെ നിറച്ച് പിള്ളേരാണ്. നീനമോളെ ആരും പിള്ളേരൊക്കെ കയറ്റി വിടാൻ വേണ്ടി നിന്നമോള് പറഞ്ഞു. നിന്നമോള് മാത്രം മതി ഇവിടെ പിള്ളേരായിട്ട് അല്ലേ? അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവരിവിടെ വന്നപ്പോൾ തന്നെ ഫോട്ടോ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നമോള് കൂടി ഇവിടെ കാഴ്ച കാണും. എല്ലാ പിള്ളേരും ഇറക്കി ഇവിടെ അല്ലേ? ആ പിള്ളേരൊക്കെ ഇവിടെ അലമ്പാണ്. നിനക്ക് സമാധാനപരമായിട്ട് കളിക്കണ്ടേ? ഇവിടെ സമാധാനം കിട്ടണല്ലോ. ഫുള്ള് പിള്ളേര്. എല്ലാവരും ഇത് വെള്ളത്തിൽ ഇറക്കിവിടുമോ? അവിടെ ഇനി അടുക്കട്ടെ, അടുക്കുമ്പോഴല്ലേ ഇറക്കിവിടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഏതാണ്ട് കടലിലേക്ക് എത്തി. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് എത്തും. ചെറുതായിട്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുമെന്നാണ് പറഞ്ഞേക്കണത്. പിന്നെ ഇദ്ദേഹത്തിനാണെങ്കിൽ ഓൾറെഡി വൈറൽ ഫീവർ അടിച്ച് ആരോഗ്യം തിരിച്ച് കിട്ടിയിട്ടില്ല. പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നേക്കണതാണ്. ഇന്നലെ വരെ ഛർദിലായിരുന്നു. ഇന്ന് ഛർദിച്ച സീ സിക്നസ് ആണെന്ന് പറയാം. ഇത് പിന്നെ എന്തായാലും ഛർദിക്കും. നോക്കാം. ഞങ്ങളോട് പിന്നെ കോക്കോവനെ തന്നെ എടുത്ത് മരിച്ചെറിഞ്ഞാൽ കളയും. അപ്പോൾ അതാ കടലിലേക്ക് എത്തുന്നു. ഇന്ന് നല്ലൊരു സൺസെറ്റ് പിടിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഫുള്ള് ക്ലൗഡി ആയിപ്പോയി. സൂര്യനെ കാണുന്നില്ല. താഴെ എന്താണ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കടലിലേക്കുള്ള എൻട്രൻസ് ആയി. ഇതേ തിരകളൊക്കെ വന്നു തുടങ്ങി. റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. യെസ്, കേൾക്കോളൂ. സോ ദിസ് ഈസ് ദ റെസ്റ്റോറൻറ്റ് ഏരിയ. നിറച്ച ആൾക്കാരാണല്ലോ. അവിടെ നടത്തി ഇതിനാണ് ബാറ്.
നടക്കൂല മോനെ. ഞങ്ങൾ അവിടെ ഇറങ്ങിയതിനടിക്കും. അടിച്ചിട്ട് കയറിയാ തീർന്നില്ലേ? അടിച്ചിട്ട് കയറിയാ തീർന്നു. അന്നേരം ആ ആവശ്യത്തിന് ഉണ്ടാവൂല. അല്ലല്ല മര്യാദ അവിടെ അടിച്ചിട്ട് കയറിയാ തീർന്നില്ലേ? ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞില്ലല്ലോ. ആ ഇതെല്ലാം യൂട്യൂബിൽ യൂട്യൂബിൽ വന്നോല്ല. ഇത്രയുള്ള കുട്ടിക്ക് 450 രൂപ കോപ്പൊടി ഞാൻ. ടീ ആൻഡ് സ്നാക്സ് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഈ ക്യൂവിൽ നിൽക്കാമെന്ന് വിചാരിച്ചു. ഓ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് കഴിക്കൂല എന്നൊക്കെ പറയണത്. മേടിച്ചോ? ഇതിനൊക്കെ വെള്ളം ഒഴുകണം. താങ്ക് യു. അങ്ങനെ ഞങ്ങളുടെ ടീ ആൻഡ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞു. മിലി കൊച്ചും കൂടി പ്ലേ ഏരിയ തന്നെ അങ്ങനെ കൂടി സൺസെറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. നല്ല കിടിലൻ സൺസെറ്റ്. പിന്നെ നമുക്ക് ഈ നെഫ്രഡിറ്റിലുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുന്ന തന്നെ കുടിച്ച് പൂസായാലും പൂസാണെന്ന് വിചാരിക്കില്ല. കാരണം ഓളത്തിലടിച്ചിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണല്ലോ എല്ലാവരും. അവിടെ കുടിച്ച് പൂസായാലും ആരും പൂസാണെന്ന് അറിയില്ല. ഡാഡി ആൻഡ് ഫ്രണ്ട്സ് അവിടെ ചെറുതായിട്ട് അടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ബാർമേന് നോക്കിയപ്പോഴേക്കും നല്ല റേറ്റ് ഉണ്ട്. ഒരു പിൻ ബിയറിന് 450 റുപ്പീസ്, ഒരു 30 ml 450 റുപ്പീസ്. മാഡം സൈഡിലിരുന്ന് നമ്മളെ കളിയാക്കി. മാഡത്തിന് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് 2 ദിവസം. അതുകൊണ്ട് മാഡത്തിന് ആരോഗ്യം വളരെ കുറവാണ്. അതുകൊണ്ട് ബാർ കൗണ്ടറിന് അങ്ങോട്ട് പോയിട്ടില്ല. കിട്ടിലൻ സൺസെറ്റ് ആയിട്ടാ, ഒരു രക്ഷയില്ല. നമ്മുടെ ഏറ്റവും മേളത്തെ ഡെക്കിൽ പാട്ടും ഡാൻസൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി. പക്ഷെ അവിടെ നല്ല ക്രൗഡായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഇവിടെ നിന്നെ മോള് ചാടി എന്നെ പേടിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യമില്ലാത്ത ഒരാളവിടെ ചാരി ഇരിപ്പുണ്ട്. ആരോഗ്യം കുറവായതുകൊണ്ട് ഇവരിവിടെ ഓടി അങ്ങാടി ഓടിച്ചിട്ട് കളി. സൺസെറ്റ് ഒരു രക്ഷയില്ല. നിറയെ ഫിഷിംഗ് ബോട്ടുകളും കുറേ കപ്പലുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ ഭാഗത്തും കുറേ കപ്പലുകളൊക്കെ ഉണ്ട്. എന്തായാലും സൺസെറ്റ് കലക്കി, മനസ്സ് ശാന്തിയായി. ഡാഡിയും ഫ്രണ്ട്സും ചെറുതടിച്ചിട്ട് പിന്നെ അവരെ കാണാനില്ല. എന്താ മുകളിൽ കുറച്ചുപേരെ മിസ്സായി. അവരന്വേഷിച്ചു വന്ന യൂട്യൂബിൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ്? ആ ലെമണാണല്ലേ, സിട്രസ്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഫുഡ് അടി തുടങ്ങി. എങ്ങനെയുണ്ട് ഫുഡ്? ഭയങ്കര നല്ല എരിവ്. ഏതിനാണ് എരിവ്? ഫിഷ്. ഇപ്പുറത്തെന്താണ്? ചിക്കനാണ്. ചിക്കൻ എങ്ങനെയുണ്ട്? ഓക്കെ. പനിയുള്ളതുകൊണ്ട് അവിടെ ചോദിക്കണ്ട. ഇവിടെ പിന്നെ എന്ത് പോയിക്കോളും, ഒരു കംപ്ലൈന്റ് പറയൂല എന്താണെങ്കിലും. Rara
അങ്ങനെ കപ്പൽ ജെട്ടിയിലെടുത്തു, എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി. ഇതേനാ മിലി, മമ്മി, എല്ലാവരും. അങ്ങനെ ഈ യാത്ര കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ യാത്ര കഴിഞ്ഞ് കരക്കെത്തി. അപ്പോൾ യാത്രയുടെ ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർ ഹെഡ് 2700 രൂപയാണ് വരുന്നത്. ഓൺലൈൻ വഴി വേണം അത് ബുക്ക് ചെയ്യാനായിട്ട്. KSINCയുടെ സൈറ്റിൽ കയറിയാൽ ബുക്ക് ചെയ്യാൻ പറ്റും. അവിടെ ഓരോരുത്തർ കളിയായിക്കൊണ്ടിരിക്കണ്. ബിയറൊക്കെ അടിച്ച് ലക്കില്ല കാനുലാണ്ട് നടന്നു പോകണാണ് ഓരോരുത്തർ. അല്ല, നിങ്ങളല്ല മുമ്പിൽ പോണവരാണ്. ഇവരൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, ഇവർ ഡീസൻ്റാണ്. ആ, അപ്പോൾ ഓക്കെ, നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. അൺടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.